सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् अस्मदाचार्यपर्यन्तां वन्दे गुरुपरम्परां सकलनिगमगीतां ब्रह्मविद्यां विशुद्धां निजगुरुरमणीष्टां शङ्कराचार्यकुष्ठां ददति करुणयायै प्रौढगम्भीरवाचा रमणचरणतीर्थान् देशिकान् तान् नमामः। हृदयकुहरमद्यं केवलं ब्रह्ममात्रं हि अहमहमिति साक्षादात्मरूपेण भाति। हृदि विषमनसा स्वं चिन्वदा वा पवनचलनरोधादात्मनिष्ठो भवत्वं। शारदा शारदाम्बोजवदना वदनाम्बुजे सर्वदा सर्वदास्माकं सन्निधिं क्रियात्। देवी प्रपन्नार्तिहरे प्रसीत मातः जगतोऽखिलस्य प्रसीत विश्वेश्वरि पाहि विश्वं त्वमीश्वरी देवि चराचरस्य। ലളിതാ സഹസ്രനാമം അതിൻ്റെ ഒരു അർത്ഥവിവരണമാണ് നമ്മൾ നടത്തി വരണത്. കഴിഞ്ഞ സത്സംഗങ്ങളിലൊക്കെ 61-ാമത്തെ ശ്ലോകം വരെ നമ്മൾ വിവരിച്ചു. വേദാന്തം നമ്മുടെ ജീവിതത്തിൻ്റെ പരമമായ ലക്ഷ്യമാണ്. ആ പരമമായ ലക്ഷ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് നമ്മളെ ഈ സത്സംഗം നടത്തി മുന്നോട്ട് പോകാം. ആ പരമമായ ലക്ഷ്യത്തെ നമുക്ക് പ്രധാനം ചെയ്യണതാണ് പരമേശ്വരിയുടെ ദൗത്യം. അപ്പോൾ പരമേശ്വരിയെ ആശ്രയിക്കുക, ഇതാണ് ഈ സഹസ്രനാമം കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഈ പ്രകൃതിയിൽ നമ്മളെ കരകയറ്റാനുള്ള എല്ലാ വിദ്യകളുമുണ്ട്. ഈ പ്രകൃതിയിൽ അത് സർവം വ്യാപിച്ചിരിക്കുകയാണ്. സർവം എന്ന വാക്കിന് പ്രകൃതി എന്ന് തന്നെയാണ് അർത്ഥം. ഈ കാണപ്പെടുന്നത്, ഈ കാണപ്പെടാത്തതുണ്ടോ അതും. അതാണ് ഈശാവാസ്യമിതം സർവം എന്ന് പറയുന്നത്. ഈശ്വരനാൽ ആച്ഛാദിക്കപ്പെട്ടിരിക്കുന്നു, ഈശ്വരനാൽ മൂടപ്പെട്ടിരിക്കുന്നു ഈ സർവം മുഴുവൻ. എന്ന് വെച്ചാൽ സർവം എന്ന് നമുക്ക് ഒരു ഐഡൻറ്റിഫിക്കേഷന് പറയണു, ഈശ്വരനെ ഇവിടെ ഉള്ളൂ. അപ്പോൾ പ്രകൃതി നമുക്കൊരു സൂചന തരികയാണ്, ഈശ്വരനിലേക്കുള്ള വഴിയെ കാട്ടിത്തരികയാണ്. ആ പ്രകൃതി രൂപമായിരിക്കുന്നത് ആരാന്ന് വെച്ചാൽ പരമേശ്വരിയാണ്. ആ പരമേശ്വരിയെ വാഴ്ത്തണതാണ് ഈ സഹസ്രനാമ സ്തോത്രം. ഇത് നിത്യവും പാരായണം ചെയ്താൽ നമ്മൾ സത്മാർഗത്തിലേക്ക് പോവും. ചിതി തത്പദ ലക്ഷ്യാർത്ഥ ചിതേകരസരൂപിണിയേ നമഃ. ദേവിയുടെ ഒരു നാമം ചിതി തത്പദ ലക്ഷ്യാർത്ഥ. തത് എന്ന് പറയണത് നമുക്ക് ബ്രഹ്മം എന്ന് പറയണു, ഈശ്വരൻ എന്ന് പറയണു, ഭഗവാൻ എന്ന് പറയണു. ഇതെല്ലാം ഒരു ശബ്ദമാത്രമാണ്. തത്പദം എന്ന് പറഞ്ഞാൽ ദാറ്റ് എന്നർത്ഥം. തത്ത് എന്ന് പറഞ്ഞാൽ ദാറ്റ് എന്നർത്ഥം. തത്വമസി, അതിൽ തത് എന്താണെന്ന് നമുക്കറിയില്ല. ത്വം, നീ എന്ന് പറയണു. ഈ നീയെയും നമുക്കറിയാൻ ഒരു വഴിയില്ല. കാരണം നമുക്ക് സർഫസിലൂടെ കാണുന്നത് വെച്ചിട്ട് നീയെ വിലയിരുത്താൻ പറ്റില്ല. ഇൻഫാക്ട് നീ എന്ന് പറഞ്ഞ വാക്കുകൂടെയും വാസ്തവത്തിലില്ല. ആരെങ്കിലും ഒരാളെ നീ എന്ന് അഭിസംബോധന ചെയ്താൽ ആ കേൾക്കണ ആൾ ഒരു നീ എന്ന അനുഭവം അവർക്ക് വരില്ല. അവർ ഞാൻ എന്നേ അനുഭവം എടുക്കുള്ളൂ. കാരണം അതങ്ങനെയാണ്, ആ വാക്കിനൊരു അർത്ഥമൊന്നുമില്ല. അപ്പം നീ എന്ന വാക്കിനും വാസ്തവത്തിൽ അർത്ഥം നോക്കിയാൽ ഞാൻ എന്നേ അർത്ഥം വരണുള്ളൂ. അത് എടുക്കേണ്ടത് ഞാൻ എന്നേ എടുക്കാൻ പറ്റുള്ളൂ. അല്ലാതെ നീ എന്നൊരു ഒബ്ജക്റ്റിനെ നമുക്ക് എടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ തത് ത്വം, അത് നമുക്കറിയില്ല. നീ, അതിന് നമുക്ക് വേറൊരാളെ അറിയാൻ നമുക്ക് കഴിയേയില്ല, മാറി നിന്നറിയാൻ കഴിയേയില്ല. അസി, ആകുന്നു, ഇരിപ്പിടം, ഇരിക്കുന്നു. അസ്ഥി, വാട്ട് വിച്ച് എക്സിസ്റ്റ്, എന്താണോ ഉള്ളത്, എന്താണോ നിലനിൽക്കുന്നത്, അതിനെ നമുക്കറിയാം, അതിനെ നമുക്ക് അറിയണം. അതിൻ്റെ അനുഭവം നമുക്കുണ്ട്, നിത്യനിരന്തരം ഉണ്ട്, ഞാനുണ്ട് എന്നൊരു അനുഭവം.
ഇത് മാത്രമേ നമുക്ക് സ്പഷ്ടമായിട്ട് അറിയാൻ പറ്റുള്ളൂ. അതിന് ഇന്ദ്രിയങ്ങളുടെ ആവശ്യമില്ല, അതിന് മനസ്സിൻ്റെ ആവശ്യമില്ല. അത് അതായിട്ട് തന്നെ ഇരുന്ന് കാണിച്ചു തരണം. ഒരു ഇരുട്ട് മുറിയിൽ ഇരുന്നാൽ മറ്റൊരാളുള്ളവരെയൊക്കെ കാണണമെങ്കിൽ നമുക്ക് കണ്ണ് വേണം, അല്ലെങ്കിൽ തൊട്ട് നോക്കണം, അല്ലെങ്കിൽ മണക്കണം, അല്ലെങ്കിൽ അവരെന്തെങ്കിലും സംസാരിക്കണത് കേൾക്കണം. പക്ഷെ ഞാനുണ്ടോയെന്നറിയാൻ എനിക്കിതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാനുണ്ട് എന്നുള്ളത് എൻ്റെ അനുഭവമാണ്, എൻ്റെ എക്സ്പീരിയൻസാണ്. ദാറ്റ് എക്സ്പീരിയൻസ് ഈസ് അസ്ഥി എന്ന് പറയണത്, ഉള്ളത്, ഇരിപ്പ്. ആ ഉള്ള നിലയെ അറിഞ്ഞാൽ തത്തിനെ അറിഞ്ഞു കഴിഞ്ഞു, ത്വമ്മിനെ അറിഞ്ഞു കഴിഞ്ഞു. അപ്പോൾ തത്പദലക്ഷ്യാർത്ഥം, ജീവിതം കൊണ്ട് നമുക്ക് എന്താണോ ലക്ഷ്യം, ആ ലക്ഷ്യത്തെ നമുക്ക് അറിയണമെങ്കിൽ ഈശ്വരിയെ നമ്മൾ അറിയണം, ഈശ്വരിയെ നമ്മൾ ആരാധിക്കണം, പരമേശ്വരിയെ നമ്മൾ ആരാധിക്കണം. ആ പരമേശ്വരി ആ തത്പദത്തിനെ കാണിച്ചു തരും. പരമേശ്വരിയുടെ ഒരു രൂപമാണ് നമ്മളൊക്കെ, ഈ പ്രകൃതി രൂപമായിട്ടിരിക്കുന്ന ഈ ശരീരമൊക്കെ. അതുകൊണ്ടാണ് ശ്രീവിദ്യാ സമ്പ്രദായത്തിൽ ശരീരം ഞാൻ എന്ന് നമ്മളൊക്കെ പറയും ശ്രീവിദ്യയിൽ. പക്ഷെ ആ ശരീരം ദേവിയുടേതാണ്, ഇത് ഞാനാണ് ആ ശരീരം, പക്ഷെ അതിൻ്റെ ഉടമ ദേവിയാണ്. അപ്പോൾ ദേവിക്ക് സമർപ്പിക്കണോ എന്നർത്ഥം. അപ്പോൾ ഇങ്ങനെ ഈ ശരീരം ഞാനാണെന്നുള്ള ഭാവത്തെ ദേവിക്ക് സമർപ്പിക്കലാണ് വേദാന്തത്തിലും ഒക്കെ പറയണ ആ ശരണാഗതി എന്നൊക്കെ പറയണത്. ശരണാഗതി എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റേത് എന്നുള്ളൊരു ഭാവത്തെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് വെച്ചാൽ ഇത് മറ്റൊരാളുടേതാണ്, ഒരു പരമമായ വൈഭവത്തിൻ്റെതാണ് എന്ന് നമ്മൾ ആരു മനസ്സിൽ കൽപ്പിക്കണോ അവൻ മുക്തനായി എന്നർത്ഥം. ഇങ്ങനെയാണ് മുക്തി ഉണ്ടാവണത്. അപ്പോൾ 61 ശ്ലോകം, 61 നാമം നമ്മൾ നോക്കി. ഇനി 62ാമത്തെ നാമം കാമാക്ഷി എന്ന നാമം ദേവിക്ക്. ഇത് നമ്മൾ പിരിച്ച കാമ എന്ന വാക്കിന് കമനീയമായ അല്ലെങ്കിൽ വളരെ ഭംഗിയുള്ളത് എന്നൊക്കെ അർത്ഥം. അക്ഷി, അക്ഷി, അക്ഷം എന്ന് പറഞ്ഞാൽ നേത്രം, അക്ഷി എന്ന് പറഞ്ഞാൽ നേത്രത്തോടു കൂടിയുള്ളവൾ എന്നർത്ഥം. അപ്പോൾ നല്ല കമനീയമായ നേത്രത്തോടു കൂടിയുള്ളവൾ എന്നൊരു അർത്ഥം ഈ നാമത്തിന്. ഇനി ഈ കാമ എന്ന വാക്കിന് കാമദേവൻ്റെ എന്നർത്ഥം. കാമദേവൻ്റെ കണ്ണുകൾക്ക് ചൈതന്യം കൊടുക്കണത്, കാമദേവൻ്റെ കണ്ണിന് ആ ഇൻപത്തെ കൊടുക്കണത് അല്ലെങ്കിൽ ഒരു ആകർഷണത്തെ കൊടുക്കണത് ദേവിയുടെ ഒരു ലീലയാണ് എന്നും പറയാം. ദേവിയുടെ തൃക്കണ്ണ്, അക്ഷി എന്ന വാക്കിന് വേദാന്തത്തിൽ നമ്മൾ അർത്ഥമെടുത്ത് നോക്കിയാൽ ആത്മാവെന്നർത്ഥം, ജ്ഞാനം എന്നർത്ഥം. ഉപനിഷത്തൊക്കെ അക്ഷിയെ ജ്ഞാനം എന്ന് പറയുന്നത്. കണ്ണ്, ഉപനിഷത്താണ് കണ്ണ് എന്നാണ് പറയുന്നത്. ഉപനിഷത്സു ചക്ഷുഷു, ഉപനിഷത്താകുന്ന ചക്ഷുസ് കണ്ണ്. ആ കണ്ണിനു കണ്ണ് മനമാകുന്ന കണ്ണതിനു കണ്ണായിരുന്ന പൊരുൾ താനെന്നുറയ്ക്കുമളവ് ആനന്ദമെന്തു ഹരിനാരായണായ നമഃ. ഹരിനാമ കീർത്തനം നമ്മളെല്ലാവരും പാരായണമൊക്കെ ചെയ്യണതാണ്. ഈ ഹരിനാമ കീർത്തനത്തിൽ ഒരു നാമം വളരെയധികം വേദാന്ത ശാസ്ത്രത്തെ ഊന്നി നിന്നുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ണിന് കണ്ണ്, ഈ കണ്ണിനും കണ്ണായിട്ടൊരു കണ്ണുണ്ട്, അതിനും കണ്ണായിരുന്നൊരു പൊരുളുണ്ട്. കാരണം ഈ കണ്ണ് ജസ്റ്റ് ആൻ ഇൻസ്ട്രുമെൻ്റ്, ഒരു ഉപകരണം മാത്രമാണ്. എന്നുവെച്ചാൽ ഇതുകൊണ്ട് നമ്മൾ കാണണു, വെളി വസ്തുക്കളൊക്കെ കാണണം. കാണാൻ ഇത് വേണമെന്നൊന്നും നിർബന്ധമൊന്നുമില്ല. ഇപ്പം സ്വപ്നത്തിൽ ഈ കണ്ണൊക്കെ അടച്ചിരിക്കുകയാണ്, ഏതോ ഒരു കണ്ണ് ഉള്ളിലിരുന്ന് കാണണം അല്ലേ? ഏതോ ഒരു കണ്ണ് ഉള്ളിലിരുന്ന് ഈ സ്വപ്നത്തെ കാണണം. അപ്പോൾ അതിനും കണ്ണായിരുന്ന ഈ സ്വപ്നം എവിടെയാണ് നടക്കുന്നത്? മനസ്സെന്നൊരു പ്ലെയിനിലാണ് നടക്കുന്നത്. മനസ്സ്, ബുദ്ധി എന്നൊരു പ്ലെയിനിലാണ് നടക്കുന്നത്. അതിനും കണ്ണായിട്ട്, അതിനും സാക്ഷിയായിട്ടൊരു പൊരുളുണ്ട്. ആ പൊരുളിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് ജ്ഞാനം എന്നർത്ഥം അക്ഷിക്ക്. കാമാക്ഷി എന്ന വാക്കിന് കാമങ്ങളെ, ഡിസയേഴ്സിനെ മുഴുവൻ ഇല്ലാതാക്കി നശിപ്പിച്ച്, അല്ലെ, കാമനെ ദഹിപ്പിച്ചതുപോലെ മൂന്നാം കണ്ണ് എന്ന് പറയുന്നത് ശിവനാണ്. ആ ശിവനാണ് കാമദേവനെ ദഹിപ്പിച്ചു ഭസ്മമാക്കി മാറ്റിയിരിക്കുന്നത്. അതുകൊണ്ട് ആ ഡിസയേഴ്സിനെ മുഴുവൻ ഇല്ലാതാക്കാൻ തക്കതായിട്ടുള്ള അക്ഷം, ദേവിയുടെ ആ നോട്ടം ഉണ്ടല്ലോ, നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളെയും ഇല്ലാതാക്കി ആ ആഗ്രഹ നിവർത്തി തന്ന് നമുക്ക് മുക്തിയെ തരണു എന്ന് പറയണു. ഏതെങ്കിലുമൊക്കെ പിടിച്ചു വെച്ചാലാണ് നമുക്ക് ബുദ്ധിമുട്ട്, ശാന്തിക്കുറവ് വരണത് അല്ലേ? ഈ ഡിസയേഴ്സൊക്കെ ചുമന്നിട്ട്
രമണ ഭഗവാൻ പറയുന്ന ഒരു ഉദാഹരണം എന്ന് പറയുന്നത്, ട്രെയിനിൽ യാത്ര ചെയ്യാണ്. അപ്പോൾ അദ്ദേഹം വിചാരിച്ചു, ഈ ലഗേജൊക്കെ ഈ ട്രെയിൻ ചുമക്കയല്ലേ, അതുകൊണ്ട് എൻ്റെ ലഗേജ് എൻ്റെ തലയിൽ വെച്ചിരിക്കാമെന്ന് വിചാരിക്കാം. എന്താ ഫലം എന്ന് വെച്ചാൽ ഇയാൾ ദുഃഖിക്കും, ട്രെയിൻ അതേ ലഗേജ് തന്നെ എടുക്കേണ്ടി വരും. അതുപോലെ ഈ ഡിസയേഴ്സും ഈ ആഗ്രഹങ്ങളും എക്സ്പെക്റ്റേഷനും എന്തൊക്കെയോ കുപ്പകളൊക്കെ പെറുക്കി തലയിൽ വെച്ചിട്ട് അസ്വസ്ഥമായിട്ടാണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പോൾ ഈ കുപ്പയൊക്കെ എടുത്ത് ആദ്യം ഇറക്കി തലേന്ന് ഇറക്കി വച്ചിട്ട് സൗഖ്യമായിട്ടിരിക്കാം. ഇതാണ് ശാസ്ത്രവും ഒക്കെ പറയണത്. അതുകൊണ്ട് ഈ കുപ്പകളൊക്കെ എടുത്ത് മാറ്റലാണ് ആവരണം നീക്കൽ എന്ന് പറയുന്നത്. അജ്ഞാനത്തെ ഇല്ലാതാക്കി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ കുപ്പയെടുത്തു മാറ്റലാണ്. അതാണ് രമണ ഭഗവാൻ തന്നെ ഒരു ശ്ലോകത്തിൽ പറഞ്ഞിരിക്കണു, ആവി ഉടൽ കൊണ്ടായി അണ്ണാമലയായി അടിയനെ ആണ്ട അன்றേ ആവി ഉടൽ കൊണ്ടായി. ഭഗവാൻ എൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. ആ പ്രത്യക്ഷപ്പെട്ട് ഭഗവാൻ എൻ്റെ ഉള്ളിൽ പ്രവേശിച്ച സമയത്ത് നമ്മൾ വിചാരിക്കും ഭഗവാൻ വന്നാൽ എന്തെങ്കിലുമൊക്കെ തരണമല്ലോ, എന്തെങ്കിലുമൊക്കെ വരം തരണം അല്ലേ. വന്നുടൻ ഭഗവാൻ അങ്ങനെ ഒരു മെഷീനാണ്. വന്നുടൻ ചോദിക്കും എന്താ വരം വേണ്ടതോ, അവരെന്ത് ചോദിക്കണോ അതങ്ങ് കൊടുക്കുക. ഇവിടെ ഭഗവാൻ പറഞ്ഞു, രമണ മഹർഷി പറഞ്ഞത്, ആവി ഉടൽ കൊണ്ടാൽ എന്തെങ്കിലും തന്നോന്ന് ചോദിച്ചാൽ ഒന്നും തന്നിട്ടൊന്നുമില്ല, പക്ഷേ ഉള്ളതിനെ അങ്ങോട്ട് കൊണ്ടുപോയി, എൻ്റെ ശരീരത്തിനെയും കൊണ്ടുപോയി, എൻ്റെ ആവി എന്ന് പറഞ്ഞാൽ മനസ്സെന്നർത്ഥം, എൻ്റെ മനസ്സിനെയും കൊണ്ടുപോയി അത്രയും. അപ്പോൾ ഈ ശരീരം ഒരു പ്രതിബന്ധമാണ് അല്ലേ. ഈ ശരീരം ഇരിക്കുന്ന സമയത്ത് ഇതിന് നല്ലപടിയായി വെക്കണം എന്ന് വിചാരിക്കണോ, ഇതിന് രോഗം വരാതിരിക്കണം എന്ന് പറഞ്ഞ് സംരക്ഷിക്കണോ, ഇതിന് എന്തൊക്കെയോ നമ്മൾ പുട്ടിയൊക്കെ ഇടണു, ഇല്ലെങ്കിൽ ജിമ്മിൽ പോയി എന്തൊക്കെയോ ചെയ്ത് നോക്കണു. ശരീരം എപ്പോഴും നിലനിൽക്കും എന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷേ ഇത് അതിൻ്റെ സ്വഭാവത്തെ കാണിക്കും. ഈ ശരീരം ഒരു നാളെ ഇല്ലാതായി പോകും. നമ്മളെ വീട്ടിൽ ടാറ്റ ബൈ ബൈ ഒക്കെ പറയും. നമ്മുടെ സ്വാമി പറയും, ഡെയിലി കാലത്ത് ഇഡ്ഡലി, ഉച്ചയ്ക്ക് നല്ല ഊണ്, രാത്രി ചപ്പാത്തിയോ എന്തെങ്കിലുമൊക്കെ കൊടുക്കും. ഇത്രയും നമ്മൾ കൊടുത്തിട്ടും പോണതിൻ്റെ തൊട്ട് മുമ്പ് ഞാൻ പോവാണ് കേട്ടോ ടാറ്റ എന്നൊന്നും പറയില്ലേ. അത് ഇത് ഒറ്റ പോക്കാണ്, ഒരു ക്ലച്ചും ബ്രേക്കും ഇല്ലാത്ത ഒരു പോക്കാണത്, പറയ പോലും ഇല്ല. അങ്ങനെയുള്ള ഒരു വസ്തുവിനെയാണ് നമ്മൾ പരിപാലിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ശരീരം ഒരു ഭാരമാണ്, ഈ ശരീരം ഒരു പ്രതിബന്ധമാണ്. ഇതിരുന്നാൽ നമ്മൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കും, ബോഡി ഓറിയൻറ്റഡ് ആയിട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇൻഫാക്ട് ശരീരം എന്ന വാക്കിന് ക്ഷീയതേ ഇതി ശരീര, എന്താണോ ക്ഷയിച്ചു പോണത് ഇതിനാണ് ശരീരം എന്ന് പറയുന്നത്. അപ്പോൾ ക്ഷയിച്ചു പോകുന്ന പൊരുളിനെ നമ്മൾ ശാശ്വതം എന്ന് കരുതി പിടിച്ചാൽ നമുക്ക് വിഷമമുണ്ടാവും. ഈ ശരീരത്തെ വെച്ചിട്ട് നമുക്ക് എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. ഈ എക്സ്പെക്റ്റേഷനൊക്കെ നമുക്ക് വാസ്തവത്തിൽ എന്തിനെ കൊണ്ട് എന്ത് ഫലം ഉണ്ടാക്കും എന്ന് പറഞ്ഞാൽ സോറോനെസ്സിൽ കൊണ്ട് നിർത്തും, നമുക്ക് വിഷമത്തിൽ കൊണ്ട് നിർത്തും, ദുഃഖത്തിൽ കൊണ്ട് നിർത്തും. നമ്മുടെ ജീവിതം വെറും ഒരു അർത്ഥമില്ലാത്തതായി പോകും. അപ്പോൾ ഇതിനെ അങ്ങോട്ട് എടുക്കുക, ഇതാണ് ഭഗവാന്റെ പ്രോസസ്സ്. അപ്പോൾ ഈ മനസ്സിനെ അങ്ങോട്ട് എടുക്കുക, ഈ ശരീരത്തിനെ അങ്ങോട്ട് എടുക്കുക. പിന്നെ വാട്ട് വിച്ച് എക്സിസ്റ്റ് ഈസ് അവർ റിയൽ നേച്ചർ, എന്താണോ നിലനിൽക്കുന്നത് അതിനെ സൗഖ്യമാണ്, അതാണ് സൗഖ്യം എന്ന് പറയണത്. അപ്പോൾ ആ സൗഖ്യമാണ് കാമം എന്ന് പറയണത്. കാമം എന്ന് പറഞ്ഞാൽ എന്താണ്, എന്തിനാണ് ഈ കാമിക്കണത് എന്ന് പറഞ്ഞാൽ സുഖത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ കാമാക്ഷി എന്ന് പറഞ്ഞാൽ സുഖമാകുന്ന കണ്ണോടുകൂടിയവൾ എന്നർത്ഥം, ഉപനിഷത്താകുന്ന കണ്ണ് എന്നർത്ഥം. ദേവിക്ക് ഉപനിഷത്ത് മാതാ എന്നർത്ഥം. ഉപനിഷത്ത് എന്ന് പറയുന്നത് ഒരു സ്ത്രീയാണ്, അമ്മയാണ്. ഈ അമ്മ മറ്റമ്മയെ പോലെയൊന്നുമല്ല, 8 ഇഡലി കഴിക്കടാ 10 ഇഡലി കഴിക്കടാ എന്ന് പറഞ്ഞിട്ട് മകനെ ചിലപ്പോൾ ലോറിയിൽ കൊണ്ടുപോകേണ്ട അവസ്ഥയൊക്കെ ഉണ്ടാവും. അങ്ങനെയുള്ള അമ്മയല്ല, ഇത് സർവ ഉപദേശവും നൽകി നമുക്ക് ഹിതം ചെയ്യണതാണ്. മാതൃപിതൃ സഹസ്രേഭ്യോ മമ ഹിത ഇഷി, നമ്മുടെ ഹിതത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരേ ഒരു അമ്മയേ ഉള്ളൂ, ആ അമ്മയാണ് ഉപനിഷത്ത്, ആ അമ്മയാണ് ദേവി എന്നർത്ഥം. അപ്പോൾ ഉപനിഷത്താകുന്ന അമ്മ എന്ന് ഈ കാമാക്ഷി എന്ന വാക്കിന് അർത്ഥം നമുക്ക് സൗഖ്യത്തെ, മുക്തിയെ തരണ അമ്മ, മുക്തിയെ തരണ ഒരു പൊരുളാണ് ദേവി എന്ന് പറയണു. ഇതിന് പ്രത്യേകിച്ച് ലളിതോപാഖ്യാനത്തിൽ അതിന് പറയണു, ദേവിയുടെ അക്ഷത്തിൽ നിന്നാണ് മറ്റു ദേവികളൊക്കെ ഉണ്ടായിരിക്കണത് എന്നൊക്കെ പറയുന്നുണ്ട്. വലത് കണ്ണിൽ നിന്നും ബ്രഹ്മാവിനെ കടാക്ഷിച്ചു, ഇടത് കണ്ണിൽ നിന്നും മഹാവിഷ്ണുവിനെ കടാക്ഷിച്ചു. ഇവരൊക്കെ എങ്ങനെയാണ് കടാക്ഷിക്കണമെന്ന് പറഞ്ഞാൽ ബ്രഹ്മാവിൻ്റെ കൂടെ സരസ്വതിയെ കൊടുത്തു, ലക്ഷ്മിയെ മഹാവിഷ്ണുവിന് പ്രതിദാനം ചെയ്തു. അങ്ങനെ ഒരു
ഐശ്വര്യത്തിൻ്റെയും സമ്പത്തിൻ്റെയും വിദ്യയുടെയും ആത്മജ്ഞാനത്തിൻ്റെയും ഒക്കെ പ്രതീകമായിട്ടുള്ള പൊരുളുകളെ കൊടുത്തു, അല്ലെങ്കിൽ ദാനം ചെയ്തു എന്നൊരർത്ഥം കൂടെ വരണുണ്ട് ഓരോ കണ്ണിൽ നിന്നും. അതിൽ കാ എന്ന വാക്കിന് സരസ്വതി എന്നർത്ഥം. കാ, അത് സംസ്കൃതത്തിൽ കാ സരസ്വതി എന്ന് പറയുന്നു. വെച്ചാൽ സരസ്വതിയുടെ വാഹനം എന്താ? ഹംസമാണ്. ഹംസത്തിനൊരു പേരുണ്ട്, കാക്കി എന്ന് പേര്. എന്ന് വെച്ചാൽ ഹംസം സരസ്വതിയെ കൂട്ടിയിട്ട് പോണവൾ എന്നർത്ഥം. അതുകൊണ്ട് കാക്കി എന്ന് അതിന് പേര്. അപ്പോൾ കാ ശബ്ദം സരസ്വതിയാണ്. മാ ശബ്ദം മഹാവിഷ്ണുവിൻ്റെ പത്നിയായിട്ടുള്ള ലക്ഷ്മി ദേവിയാണ്. അപ്പോൾ കാമ അക്ഷി എന്ന് പറഞ്ഞാൽ ലക്ഷ്മി ദേവിയെയും സരസ്വതി ദേവിയെയും അക്ഷത്തിൽ നിന്നും കൊടുത്തവൾ എന്നർത്ഥം. രണ്ടുപേരെയും കണ്ണാക്കി വച്ചിരിക്കണവൾ എന്നർത്ഥം. ഇങ്ങനെ ഒരു അർത്ഥം നമുക്ക് ഇതിലെടുക്കാം. ഒരു ലളിതമായിട്ടുള്ള രീതിക്ക്, ഒരു സർഫസ് രീതിയിൽ നിന്ന് നമുക്ക് ഗുണപ്രദമാകുന്ന തരത്തിലൊന്ന് പറയണോ, അത്രയേ ഉള്ളൂ. ഇനി ഇതിൽ പുരാണം ബേസ് ചെയ്ത് നിറയെ കഥകളുണ്ട്. ഇനി നമുക്കിപ്പോൾ മധുര മീനാക്ഷി അല്ലേ, അവിടെയും പോയാൽ കാമാക്ഷി ദേവിയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പല പല ഐതിഹ്യങ്ങളും ഒക്കെ ഇതിൻ്റെ പിന്നിലുണ്ട്. നമ്മൾ ഈ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സത്സംഗത്തിൽ ഇരിക്കേണ്ടത്. നമുക്ക് പരമമായ ശാന്തി ഉണ്ടാവണം, പരമമായ ആ തത്വത്തെ നമുക്കറിയണം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഈ ദേവിയുടെ നാമങ്ങളെ വച്ച് ഒരു സഹായം, ഒരു ആലംബമായിട്ട് കുറച്ച് നാളിരിക്കും. ഒരു പിടിവള്ളി, നമുക്കൊരു അധ്യാത്മമായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പിടിവള്ളി, ഒരു തുണ, അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ നാമത്തെ എടുക്കുന്നത്. അടുത്ത 63-ാമത്തെ നാമം കാമദായിനി എന്ന നാമം. കാമദായിന്യൈ നമഃ എന്ന അർച്ചന രൂപം. അതിൽ കാമം എന്ന വാക്ക് ഇവിടെ നമുക്ക് ഉദ്ദേശിക്കേണ്ടത് മോക്ഷം എന്നർത്ഥം. ദായിനി കൊടുക്കുന്നവൾ, മോക്ഷത്തെ കൊടുക്കുന്നവൾ. കാമം എന്ന് പറയണതിന് സുഖം, സൗഖ്യം എന്നർത്ഥം. ആരാണോ സുഖത്തെ തരണത്. ഇപ്പം നോക്കൂ, എല്ലാവർക്കും ആഗ്രഹം സുഖമാണ്. ഈ ലോകത്ത് ആർക്കും ദുഃഖം വേണമെന്നൊന്നുമില്ല. രാവിലെ എണീറ്റ ഉടൻ എനിക്കിന്ന് നല്ല ദുഃഖം തരണേ ഭഗവാനെ എന്ന് ആരും പ്രാർത്ഥനയൊന്നുമില്ല. എല്ലാവരുടെയും പ്രാർത്ഥന എന്താണ്? എനിക്ക് സുഖം തരണേ ഭഗവാനെ. എല്ലാ ജീവജാലങ്ങളും കാലത്ത് ഉണർന്ന് ഓടണതും പ്രയത്നിക്കണതും ഒക്കെ ഈ സുഖത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഈ സുഖത്തിനെ എവിടെ തേടണം അല്ലേ? വെളിയിൽ പോയി തേടുകയാണ്. നമ്മുടെ ഒരു സ്വഭാവം അങ്ങനെയാണ്. ഉണർന്നു കഴിഞ്ഞാൽ നമ്മൾ വെളിയിൽ പോയി സുഖമുണ്ടോ എന്ന് തേടിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടികളൊക്കെ ജനിച്ച കരയണത് ഇങ്ങനെയാണ്, ക്വാ 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 എന്ന് കരയത്രേ. ക്വാ എന്ന വാക്കിന് സംസ്കൃതത്തിൽ എവിടെ എന്നാണ് അർത്ഥം. എവിടെയാ സുഖം എന്ന് പറഞ്ഞ് ഇങ്ങനെ കരയാണ്. അപ്പോൾ അല്പ ആശ്വാസം കിട്ടും. കുറച്ച് നേരം പാല് കിട്ടുമ്പോൾ കുഴപ്പമില്ല, എന്തെങ്കിലും ഒരു കളിപ്പാട്ടം കിട്ടുമ്പോൾ കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾ എന്തിനൊക്കെയോ പോയി തൃപ്തിപ്പെടണോ. പക്ഷെ വാസ്തവത്തിൽ ആ തൃപ്തിപ്പെടലൊന്നും ശാശ്വതമായ തൃപ്തിപ്പെടലല്ല. എന്തൊക്കെ കിട്ടിയാലും തൃപ്തിയില്ല അല്ലേ? ഏതെങ്കിലുമൊക്കെ കർമ്മം ചെയ്ത് നോക്കുന്നു, തൃപ്തിയേ ഇല്ല. കർമ്മം ചെയ്യണത് എന്തിനാ? അൾട്ടിമേറ്റ്ലി ഫോർ റെസ്റ്റ് അല്ലേ? നമുക്ക് ശാന്തമായിട്ടിരിക്കുക, റെസ്റ്റായിട്ടിരിക്കുക, റെസ്റ്റ്ഫുൾനെസ്സിന് വേണ്ടിയിട്ടാണ്. പക്ഷേ കർമ്മം ചെയ്താൽ ദർ ഇസ് നോ റെസ്റ്റേ ഇല്ല. ഒരു കർമ്മം മറ്റൊരു കർമ്മത്തിലേക്ക് കണക്ട് ചെയ്ത് വിടണമെന്നല്ലാതെ റെസ്റ്റേ ഇല്ല. എന്നാൽ ധനം സമ്പാദിച്ചാലോ തൃപ്തി വരുമോ എന്ന് നോക്കിയാൽ എത്രയോ ധനം സമ്പാദിച്ച ആൾക്കാരും വീണ്ടും പോരാ എന്നൊരു തോന്നൽ വന്നുകൊണ്ടേയിരിക്കും. ഇനി നിറയെ കൂട്ടങ്ങൾ, സംഘത്തെ അല്ലെങ്കിൽ സംഘടനാ ബലത്തെ ഉണ്ടാക്കിയാലോ. ഇപ്പോൾ നോക്കൂ, നമ്മൾ പല സ്ഥലങ്ങളിലൊക്കെ ചില രാജ്യങ്ങളൊക്കെ ഈ അവരുടെ മതം മാത്രമേ വരാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള രാജ്യങ്ങളൊക്കെ ഉണ്ട്. ആ രാജ്യത്തിൽ നോക്കൂ, അവരെ മതത്തിന് വേണ്ടിയിട്ടൊക്കെ പ്രയത്നിച്ച് അവർ മാത്രമായി തീർന്നപ്പോൾ ഈ സംഘർഷം ഉണ്ടല്ലോ, അതിൻ്റെ ഇടയിൽ സംഘർഷം ഉണ്ടാവും. അതിൻ്റെ ഇടയിൽ തന്നെ അവർ പിന്നെയും അതിൻ്റെ ഇടയിലൊരു മതം ക്രിയേറ്റ് ചെയ്തു. മനുഷ്യൻ്റെ സ്വഭാവമാണ്. ഒരേ ഒരു മതമേ ഉള്ളൂ എന്ന് പറഞ്ഞു വരുന്നു, അതിൻ്റെ ഇടയിൽ 2 മതമായിട്ട് രൂപീകരിക്കുന്നു. ഏതൊക്കെയോ വാദങ്ങൾ. ഇതിനെയാണ് മതം എന്ന് പറയുന്നത്. ആരുടെയൊക്കെയോ മനസ്സിൽ ഉണ്ടാവുന്ന വിക്ഷേപത്തെയാണ് നമ്മൾ മതം എന്ന് പറയുന്നത്. അതുമായിട്ട് യോജിക്കണവർ ഒരു പക്ഷത്ത് നിൽക്കും, അതുമായിട്ട് യോജിക്കാത്തവർ വേറൊരു പക്ഷത്തിൽ നിൽക്കും. രണ്ടുപേരും കൂടെ ശണ്ട കൂടും. ഇതാണ് മതം. അപ്പോൾ മതം എന്തിനുണ്ടാക്കും? ശണ്ട ഉണ്ടാക്കും. അത് എല്ലാവരും ഒരേ ഒരു
ഇപ്പോൾ ഇത് മാത്രമേ പാടുള്ളൂ എന്ന് പറയുന്നിടത്തും അവിടെ അടിയുണ്ടാവും. അപ്പോൾ ഇവിടെ എന്തൊക്കെ നേടിയാലും എന്തൊക്കെ സംഘടനാ രൂപത്തിലോ ആൾബലത്തിലോ ഒക്കെ ഇരുന്നാലും നമുക്ക് ശാന്തി വരണില്ല, അവിടെയും സമാധാനം വരണില്ല. അപ്പോൾ ഉപനിഷത്ത് പറയണോ, ന കർമ്മണോ ന പ്രജയാധനേന ത്യാഗേനൈകെ അമൃതത്വം ആനശു. കർമ്മത്തിലൂടെയും നമുക്ക് തൃപ്തിയില്ല, അമൃതത്വം കിട്ടണില്ല, ശാന്തി കിട്ടണില്ല. ധനം സമ്പാദിച്ച് നോക്കുമ്പോൾ ഒരു ധനവും ഇല്ലാത്തപ്പോൾ സുഖമായിട്ട് ഉറങ്ങിയ ആൾ ഇത്ര ധനത്തിനെ വെച്ചിട്ട് എങ്ങനെ ഉറങ്ങും? ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ഒരു 10 ലക്ഷം രൂപ നമ്മുടെ കയ്യിൽ വെച്ച് യാത്ര ചെയ്ത് നോക്കൂ. വാസ്തവത്തിൽ ആരൊക്കെ നമ്മളടുത്ത് വന്നിരിക്കാന്ന് നോക്കണോ അവരൊക്കെ നമ്മൾ സംശയിക്കുക എൻ്റെ പെട്ടി അടിച്ചുകൊണ്ട് പോകാൻ വന്നവരാണ്. അവർ പാവം ടിക്കറ്റ് ബുക്ക് ചെയ്ത് എവിടെയോ പോകാൻ വേണ്ടി വരണത് നമ്മുടെ കണ്ണിൽ എന്താ എൻ്റെ പെട്ടി അടിച്ചുകൊണ്ട് പോകാൻ വന്നവരാണ്. കാരണം എന്താ? സമാധാനം ഇല്ല. ധനമുണ്ട്, പക്ഷെ ആ ധനം കൊണ്ട് സമാധാനം ഇല്ല. ഇനി ധാരാളം ജനങ്ങൾ ഇരുന്നാലോ, നോക്കൂ, സംഘടനാ ബലം ഇരുന്നാലോ അതിൻ്റെ ഉള്ളിൽ അസൂയ സ്പർദ്ധ ഒക്കെ വരും. ജനേന ത്യാഗേനൈകെ അമൃതത്വം ആനശു. ഇതിനൊക്കെ വിട്ടു നോക്കൂ, പതുക്കെ 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 അമൃതത്വം ഉണ്ടാവും. അപ്പോൾ വാസ്തവത്തിൽ കാമം എന്ന വാക്കിന് മോക്ഷം എന്നാണ് അർത്ഥം, മുക്തി എന്നാണ് അർത്ഥം, ഫ്രീഡം എന്നാണ് അർത്ഥം. നമ്മൾ എവിടേക്കോ ബന്ധപ്പെട്ടിരിക്കണു, ഇല്ലേ? ശരീരത്തിൽ പോയി ബന്ധപ്പെട്ടിരിക്കണു, ഏതെങ്കിലുമൊക്കെ കുടുംബത്തിൽ പോയി ബന്ധപ്പെട്ടിരിക്കണു, ഏതെങ്കിലുമൊക്കെ വസ്തുക്കളിൽ പോയി നമ്മൾ ബന്ധം സ്ഥാപിച്ചിരിക്കണു, ഏതെങ്കിലും പ്രസ്ഥാനത്തിലോ എന്തിലൊക്കെയോ പോയി ബന്ധം സ്ഥാപിച്ചിരിക്കണു. ഈ ബന്ധമൊക്കെ വാസ്തവത്തിൽ നമുക്ക് പ്രതിബന്ധമാണ്. നമുക്ക് എല്ലാ സൗഖ്യത്തിൽ നിന്നും ഉള്ള ഒരു പ്രതിബന്ധമാണ്. ആ പ്രതിബന്ധത്തെ അങ്ങോട്ട് ഇല്ലാതാക്കണമെങ്കിൽ ദേവിയുടെ അക്ഷം വേണം, ദേവിയുടെ ആ കണ്ണ് നമ്മുടെ നേരെ വരണം, അല്ലേ? കണ്ണുക്ക് കണ്ണായി കണ്ണിன்றി കാണുനേ കാണുവത് യവർ പാർ അരുണാചല. അക്ഷരമണമാലയിലും നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഹരിനാമ കീർത്തനത്തിന് തുല്യമായ ഒരു കൃതി ഭഗവാൻ രമണ മഹർഷിയും അതിൽ പറഞ്ഞിരിക്കുന്നു. കണ്ണുക്ക് കണ്ണ് കണ്ണിன்றി കാണുനേ. ഈ കണ്ണില്ലാതെ നിന്നെ എനിക്ക് കാണാൻ പറ്റും. കാണുവത് യവർ. പക്ഷെ ഇതാരാ കാണണത്? എല്ലാവരും ഈ കണ്ണു വഴി നോക്കാൻ ശ്രമിക്കണു, ഭഗവാനെ കാണാനേ പറ്റണില്ല. കാണുവത് യവർ, അതും നീ തന്നെയാണ്. പാർ അരുണാചല. എന്നിട്ട് ഒരു റിക്വസ്റ്റ് ഭഗവാനോട്, ഭഗവാനെ എന്നെ നോക്കൂ. ഭഗവാനെ ചിലപ്പോൾ എനിക്ക് കാണാൻ പറ്റില്ല, പക്ഷെ ഭഗവാനെ എന്നെ കാണാൻ പറ്റും. ഭഗവാനെ എന്നെ നോക്കൂ ഭഗവാനെ. ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ്, രമണ മഹർഷിയുടെ ഒരു ശിഷ്യയായിട്ടുള്ളൊരു അമ്മ വളരെ കാലം ഭഗവാനെ തന്നെ കണ്ടുകൊണ്ടേയിരിക്കും, ഭഗവാന്റെ അടുത്ത് വരും, ഭഗവാനെ കാണുന്നതാണ് അമ്മയ്ക്ക് വലിയൊരു ആനന്ദം. അങ്ങനെ കുറച്ച് നാളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഈ കാഴ്ചയൊക്കെ നഷ്ടപ്പെട്ടു. കണ്ണ് മുഴുവൻ രണ്ടും പൊട്ടക്കണ്ണായി പോയി. അപ്പോൾ വീണ്ടും ഭഗവാന്റെ അടുത്ത് ആരെങ്കിലുമൊക്കെ പിടിച്ച് കൂട്ടിയിട്ട് വരും. അപ്പോൾ അവിടെ നിന്നൊരാൾ ചോദിച്ചു, ഇപ്പോഴും എന്തിനാ വരണത്? നിങ്ങളുടെ കണ്ണ് കാണാൻ വയ്യല്ലോ, പിന്നെ എന്തിനാ ഇപ്പോൾ കാണാൻ വരണതെന്ന് ചോദിച്ചപ്പോൾ, അഷടേ, ഭഗവാൻ എന്നെ പാക്കുമേ, ഭഗവാൻ എന്നെ കാണുമല്ലോ, രമണ ഭഗവാൻ എന്നെ കാണുമല്ലോ, അത് മതിയല്ലോ, ഭഗവാൻ എന്നെ പാക്കലേ. അപ്പോൾ അതുപോലെ ആ ദേവി നമ്മളെ കാണണം. ദേവി എപ്പോൾ നമ്മളെ കാണണോ ദാറ്റ് മൊമെൻ്റ് നമ്മുടെ എല്ലാ തരത്തിലുള്ള ഡിസൈൻസും വീണ് പോകണം, എല്ലാ തരത്തിലുള്ള എക്സ്പെക്റ്റേഷനും വീണ് പോകണം. ഇപ്പോൾ ആരോ ഇപ്പോൾ ചോദിച്ചതുപോലെ ഇടയിൽ ഒരാൾക്ക് ആഗ്രഹം, എന്താ ആഗ്രഹം എന്ന് പറഞ്ഞാൽ ധാരാളം വർഷം ജീവിക്കണം, മരണമേ ഇല്ലാതിരിക്കണം, അതിനെന്താ ഒരു വഴി എന്ന് ഒരാൾ ഡോക്ടറിൻ്റെ അടുത്ത് ഒരു ടിപ്പ് ചോദിക്കാൻ പോയി. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, കല്യാണം കഴിക്കൂ എന്ന് പറഞ്ഞു. അത്ര അപ്പോൾ ഇദ്ദേഹം ചോദിച്ചു, കല്യാണം കഴിച്ചാൽ മരണം ഇല്ലാതിരിക്കുമോ, അല്ലെങ്കിൽ ധാരാളം വർഷം ജീവിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഇല്ല, ധാരാളം വർഷം ജീവിക്കാമെന്നുള്ള ഒരു ആഗ്രഹമൊക്കെ അങ്ങോട്ട് പോയിപ്പോവും. കല്യാണം കഴിച്ചാൽ ധാരാളം വർഷം ജീവിക്കാമെന്നുള്ള ആഗ്രഹമൊക്കെ പോയിപ്പോവും. മാത്രമല്ല കുറച്ച് നാളാണെങ്കിൽ കൂടെ എത്രയോ വർഷം കഴിഞ്ഞതുപോലെ തോന്നും അത്രേ. അപ്പോൾ അത് കേട്ടപ്പോൾ എവിടെയോ സ്ട്രൈക്ക് ചെയ്തു. കാരണം ഈ ആഗ്രഹങ്ങളൊക്കെ ചിലരൊക്കെ ജീവൻ കൊടുക്കണതൊക്കെ എന്തിനാണെന്ന് വെച്ചാൽ കല്യാണം കഴിച്ചുകൊണ്ടല്ല, എന്തൊക്കെയോ നമ്മൾ ചെയ്തു കൂട്ടണോ. വാസ്തവത്തിൽ സൗഖ്യമാണ് നമ്മുടെ സ്വരൂപം, പക്ഷെ എന്തിനെയൊക്കെയോ എടുത്ത് തലയിൽ വെച്ചിട്ട് അതിൻ്റെയൊക്കെ ആളായിട്ട് നിന്ന് നമ്മൾ ജീവൻ കൊടുക്കുന്നു, ആത്മഹത്യ ചെയ്യണു, എന്തൊക്കെയോ ചെയ്യണം. അപ്പം അതുകൊണ്ട് ഈ ഒരു ഡിസയേഴ്സിനെ ഞങ്ങൾ എടുത്ത് കളയാം.
ആഗ്രഹത്തെ അങ്ങോട്ട് എടുത്തു കളയുക. ആഗ്രഹത്തെ എടുത്തു കളഞ്ഞാൽ വാസ്തവത്തിൽ നമുക്ക് സൗഖ്യം നമ്മുടെ സ്വരൂപമായിട്ട് വരും. ഇതാണ് കാമദായിനി എന്ന് അർത്ഥം. അതുകൊണ്ട് ആ ദേവിയെ ആശ്രയിച്ചാൽ സർവ ഡിസയേഴ്സും പോയി ദേവി നമ്മുടെ സ്വരൂപമായിട്ടിരുന്ന് സുഖസ്വരൂപമായിട്ടിരുന്ന് നമുക്ക് മുക്തിയെ തരണു എന്നർത്ഥം. തുടർന്ന് നമുക്ക് നാളെ കാണാം. അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല ശിവ, അരുണാചല.